രണ്ട് ഗൂഗിൾ ഷീറ്റ് ഡോക്യുമെൻറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതായത് ഒരു വർക്ക് ബുക്കിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന ഡേറ്റ ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ വർക്ക് ബുക്കിലേക്ക് കോപ്പി ചെയ്യപ്പെടുന്ന രീതിയിൽ അഥവാ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് രണ്ട് വർക്ക് ബുക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഈ ഫോൾഡർ നോക്കാം. 4 വർക്ക് ബുക്കുകളാണ് ഈ ഫോൾഡറിലുള്ളത്. ആദ്യം ഓൾ കേരള എന്ന വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു. ഓൾ കേരള എന്ന വർക്ക് ബുക്കിൽ 4 വർക്ക് ഷീറ്റുകളുണ്ട്. കേരള ഓൾ റീജിയൻസ്, രണ്ടാമത്തെ വർക്ക് ഷീറ്റ് കാലിക്കറ്റ്, മൂന്നാമത്തേത് കൊച്ചി, നാലാമത്തേത് ട്രിവാൻഡ്രം. ഈ 4 വർക്ക് ഷീറ്റുകളിലും ഒരേ ഫോമാറ്റിലുള്ള ഒരു ടേബിൾ കാണാൻ സാധിക്കും. ടേബിളിൻ്റെ ആദ്യത്തെ കോളത്തിൽ 2023 മാർച്ച് 1 മുതൽ 2023 മാർച്ച് 31 വരെയുള്ള തീയതികളും അടുത്ത കോളങ്ങളിൽ ആപ്പിളിൻ്റെ ചില പ്രോഡക്റ്റ് നെയിമുകളും കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി മറ്റു വർക്ക് ബുക്കുകളിൽ എന്താണുള്ളതെന്ന് നോക്കാം. കാലിക്കറ്റ് എന്ന വർക്ക് ബുക്കിൽ CLT എന്നൊരൊറ്റ വർക്ക് ഷീറ്റ് മാത്രമാണുള്ളത്. കോഴിക്കോട് നഗരത്തിൽ ഈ കാണുന്ന ഓരോ തീയതിയിലും ഈ കാണുന്ന ഓരോ പ്രോഡക്റ്റും എത്ര എണ്ണം വീതം വിറ്റുപോ എന്നുള്ള ഡീറ്റെയിൽസാണ് ഈ വർക്ക് ഷീറ്റിലുള്ളത്. ഇതുപോലെ കൊച്ചി, ട്രിവാൻഡ്രം എന്നീ വർക്ക് ബുക്കുകളിൽ ആ നഗരങ്ങളിൽ നടന്ന സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഈ ഓരോ വർക്ക് ബുക്കും ഓരോ നഗരത്തിൻ്റെയും ചാർജുള്ള മാനേജറുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ കറസ്പോണ്ടിങ് മാനേജേഴ്സ് ആകും വർക്ക് ബുക്കുകൾ ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടതാണ് ഈ 3 വർക്ക് ബുക്കുകളിലുമുള്ള ഡേറ്റ ഓൾ കേരള എന്ന വർക്ക് ബുക്കിലെ കറസ്പോണ്ടിങ് വർക്ക് ഷീറ്റുകളിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം എന്ന വർക്ക് ബുക്കിൽ ട്രിവാൻഡ്രത്തെ മാനേജർ ഡേറ്റ എൻട്രി ചെയ്യുന്ന അതേ നേരത്ത് ഓൾ കേരള എന്ന വർക്ക് ബുക്കിലെ ട്രിവാൻഡ്രം എന്ന വർക്ക് ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യപ്പെടണം. ഇങ്ങനെ ഈ 3 വർക്ക് ഷീറ്റുകളിലേക്കും ഡേറ്റ കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അതിനുശേഷം ഈ 3 വർക്ക് ഷീറ്റുകളിലുമുള്ള ഡേറ്റയുടെ കൺസോൾട്ടേഷൻ ഈ മാസ്റ്റർ വർക്ക് ഷീറ്റിലേക്ക് കൊണ്ടുവരണം. ആദ്യം കാലിക്കറ്റ് എന്ന വർക്ക് ബുക്കിലുള്ള ഡേറ്റ ഓൾ കേരള എന്ന വർക്ക് ബുക്കിലെ കാലിക്കറ്റ് എന്ന വർക്ക് ഷീറ്റിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. കാലിക്കറ്റ് എന്ന വർക്ക് ബുക്കിൽ വരുന്നു. ആദ്യം ഈ വർക്ക് ബുക്കിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യുക. അതിനുവേണ്ടി അഡ്രസ് ബാറിൽ ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കോപ്പി, എസ്കേപ്പ്. ഇനി ഏത് സെല്ലുകളിൽ നിന്നാണ് ഡേറ്റ ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കുക. D4 തുടങ്ങി J34 വരെയുള്ള സെല്ലുകളിലാണ് നമുക്ക് വേണ്ടുന്ന ഡേറ്റ ഉള്ളത്. അതായത് CLT എന്ന വർക്ക് ഷീറ്റിലെ D4 തുടങ്ങി J34 എന്ന സെല്ല് വരെയുള്ള ഡേറ്റയാണ് നമുക്ക് വേണ്ടത്. ഇനി ഓൾ കേരള എന്ന വർക്ക് ബുക്കിൽ വരിക. കാലിക്കറ്റ് എന്ന വർക്ക് ഷീറ്റിൽ C3 എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ മറ്റൊരു വർക്ക് ബുക്കിൽ നിന്ന് ഡേറ്റ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഇമ്പോർട്ട് റേഞ്ച് എന്ന ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇമ്പോർട്ട് റേഞ്ച് നോക്കുക. ഇമ്പോർട്ട് റേഞ്ച് ഫംഗ്ഷന് 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ആദ്യത്തേത് സ്പ്രെഡ്ഷീറ്റ് URL, ഡബിൾ കോട്ട്സ്, കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്, ഡബിൾ കോട്ട്സ്, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച് സ്ട്രിംഗ്. ഈ വർക്ക് ബുക്കിലെ ഏത് വർക്ക് ഷീറ്റിൽ നിന്നാണോ നമുക്ക് ഡേറ്റ വേണ്ടത് ആ വർക്ക് ഷീറ്റിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഡബിൾ കോട്ട്സ്, CLT എന്നതാണ് വർക്ക് ഷീറ്റിൻ്റെ പേര്. CLT എക്സ്ക്ലമേഷൻ മാർക്ക്. ഇനി ഏത് സെല്ലുകളിൽ നിന്നാണോ ഡേറ്റ വേണ്ടത് ആ സെല്ലുകളുടെ അഡ്രസ്സ് D4:J34. ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നമ്മൾ ഫോമുല എൻ്റർ ചെയ്ത സെല്ലിൽ റെഫറൻസ് എറർ എന്നാണ് കാണുന്നത്. സെല്ലിൻ്റെ മുകളിലേക്ക് പോയിൻ്റർ കൊണ്ടുവന്ന ശേഷം അലോ ആക്സസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കാലിക്കറ്റ് എന്ന വർക്ക് ബുക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷന് വേണ്ടിയാണിത്. നോക്കുക, കാലിക്കറ്റ് എന്ന വർക്ക് ബുക്കിലെ CLT എന്ന വർക്ക് ഷീറ്റിലുള്ള ഡേറ്റ ഇങ്ങോട്ടേക്ക് വന്നാൽ കാണാം. ഈ വർക്ക് ബുക്കിലൊരു വാല്യൂ ഞാൻ മോഡിഫൈ ചെയ്യുന്നു. ഓൾ കേരള എന്ന വർക്ക് ബുക്കിലെ കാലിക്കറ്റ് എന്ന വർക്ക് ഷീറ്റ് അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് ട്രിവാൻഡ്രം, കൊച്ചി എന്നീ വർക്ക് ബുക്കുകളുടെ ഡേറ്റ കൂടി ഈ വർക്ക് ബുക്കിലേക്ക് കൊണ്ടുവരുന്നു. അത് ഞാൻ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. നോക്കുക, ഇമ്പോർട്ട് റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ച് കൊച്ചി, ട്രിവാൻഡ്രം എന്നീ വർക്ക് ഷീറ്റുകൾ നമ്മൾ ഫില്ല് ചെയ്തു. ട്രിവാൻഡ്രം എന്ന വർക്ക് ബുക്കിലെ ഒരു വാല്യൂ നമുക്ക് മോഡിഫൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഈ 3 വർക്ക് ഷീറ്റുകളിലുമുള്ള ഡേറ്റയുടെ കൺസോൾട്ടേഷൻ ഈ മാസ്റ്റർ വർക്ക് ഷീറ്റിലേക്ക് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി ഈ വർക്ക് ഷീറ്റുകളിൽ ഏത് സെല്ലുകളിലാണ് ഡേറ്റ ഉള്ളതെന്ന് നോക്കാം. C3 എന്ന സെല്ലിൽ നിന്നാണ് ഡേറ്റ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്.
കാലിക്കട്ട് എന്ന വർക്ക്ഷീറ്റിലെ C3 എന്ന സെല്ലിലുള്ള ഡേറ്റ ഈ സെല്ലിലേക്ക് കിട്ടാനായിട്ട് ഈക്വൽ വർക്ക്ഷീറ്റിൻ്റെ പേര് എൻ്റർ ചെയ്യുക, കാലിക്കട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് C3 എൻ്റർ. നോക്കുക, കാലിക്കട്ട് എന്ന വർക്ക്ഷീറ്റിലെ C3 എന്ന സെല്ലിലുള്ള വാല്യൂ ഈ സെല്ലിലേക്ക് വന്നാൽ കാണാം. ഇനി ഇതിൻ്റെ കൂടെ കൊച്ചി, ട്രിവാൻഡ്രം എന്നീ വർക്ക്ഷീറ്റുകളിലെ C3 എന്ന സെല്ലിലുള്ള സംഖ്യകൾ കൂടെ ആഡ് ചെയ്യാനായിട്ട് പ്ലസ് കൊച്ചി എക്സ്ക്ലമേഷൻ മാർക്ക് C3 പ്ലസ് അടുത്ത വർക്ക്ഷീറ്റിൻ്റെ പേര് ട്രിവാൻഡ്രം എക്സ്ക്ലമേഷൻ മാർക്ക് C3 എൻ്റർ. 10, 16, 16, 75, 91. ഇനി ഈ ഫോർമുല വലതുവശത്തുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു, വീണ്ടും താഴെയുള്ള സെല്ലുകളിലേക്ക്. ഇവിടെ ഇപ്പോൾ വർക്ക് ബുക്കുകൾ ആരുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നു അവർക്ക് വർക്ക് ബുക്കുകളിൽ എന്ത് മാറ്റം വേണേലും വരുത്താൻ സാധിക്കുന്ന തരത്തിലാണ് വർക്ക് ബുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഗൂഗിൾ ഷീറ്റ്സിൽ നമ്മൾ പറയുന്ന സെല്ലുകൾ മാത്രം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഗൂഗിൾ ഷീറ്റ്സിലെ പെർമിഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ ടെക്നിക്കിനെ കുറിച്ച് പിന്നീട് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.